പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ 7 മണിക്ക് വാർത്തകളിലേക്ക് കുറച്ചുകൂടി വിശദമായി കടക്കുമ്പോൾ ഇതിൽ നമ്മളൊക്കെ ഇന്നലെ ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു. ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ബാഗുമായിട്ട് വരുന്നു. ഈ ബാഗിനുള്ളിൽ അസ്ഥികളാണെന്ന് പറയുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ കൊന്ന് കുഴിച്ചു മൂടി അവർക്കിനി അന്ത്യകർമ്മങ്ങൾ നടത്താൻ വേണ്ടി എടുത്തു വെച്ച അസ്ഥികളാണെന്ന് പോലീസിനോട് വന്ന് പറയുകയാണ്. ഇത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച് നമ്മളൊക്കെ അതിശയിച്ചു പോയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിൽ ഇന്ന് എന്താണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്, എങ്ങനെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുക, എന്തൊക്കെയാണ് ഇനി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുക തുടങ്ങിയ വിവരങ്ങൾ വളരെ വിശദമായി പരിശോധിക്കാം നമുക്ക്. ഈ കൊലപാതകത്തിൽ പോലീസ് ഇന്ന് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ പോവുകയാണ്. RDOയുടെ സാന്നിധ്യത്തിൽ കുട്ടികളെ മറവു ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് വീണ്ടും പരിശോധിക്കും. അനീഷ ഗർഭിണിയാണെന്ന സംശയം നേരത്തെ അയൽവാസികളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അയൽവാസി ഗിരിജയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. അതേസമയം പ്രതികളായ അനീഷയുടെയും ഭവിന്റെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. നമുക്ക് ലെവിൻ കെ വിജയനോട് ചോദിക്കാം, എന്താണ് ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത് എന്ന്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കൈവശമുള്ളത് ഈ ഭവിൻ നൽകിയിരിക്കുന്ന ആ അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ്. ഈ ഭൗതിക അവശേഷിപ്പുകൾ ഇനി വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട്. എപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ സംസ്കരിച്ച സ്ഥലത്തേക്ക് എത്തിയുള്ള പരിശോധനകൾ അടക്കം നടത്തുക? ഈ രണ്ടുപേരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്തിരുന്നു, ഭവിനെ അനീഷയും. ഇവരിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടോ? ഏറെക്കുറെയൊക്കെ ഈ ഒരു വിഷയത്തിന്റെ ദുരൂഹത മാറി ചുരുൾ അഴിഞ്ഞു എന്ന് കരുതാം അല്ലേ ലെവിൻ? സേതു, ഗുഡ് മോർണിംഗ്. അത്തരത്തിൽ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹതകളൊക്കെ പോലീസിന് അഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ചുരുളഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ കൊലപാതകമടക്കം ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ അടക്കം ചുമത്തിക്കൊണ്ട് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത്, മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലത്ത് പരിശോധനകൾ നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇന്നലെ തന്നെ ഈ സ്ഥലങ്ങൾ 2 സ്ഥലങ്ങളും ബന്ദോബസ്താക്കിയിരുന്നു. അതിനുശേഷം അസ്ഥികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധിക്കാനുള്ള തീരുമാനമാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി RDOയുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുക. കണ്ടെടുത്ത അസ്ഥികൾ, അതിൻ്റെ ശേഷിപ്പുകൾ ഇനി എവിടെ ആ സ്ഥലങ്ങളിൽ ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ, ഫോറൻസിക് പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് ഈ കണ്ടെടുത്ത അസ്ഥികൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. പിന്നീട് DNA ഫോറൻസിക് പരിശോധനകൾക്ക് വേണ്ടി സാമ്പിളുകൾ അയക്കും. അത്തരത്തിൽ പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് ശാസ്ത്രീയ തെളിവെടുപ്പുകൾ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുതന്നെയാണ് പോലീസിന്റെ ഈ കേസിനെ മുന്നോട്ട് പോക്കിനുള്ള പ്രധാനപ്പെട്ട തെളിവുകളും വഴിയുമെല്ലാം. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റം സംബന്ധിച്ച 2 പ്രതികളെയും വിശദമായി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ മറ്റാർക്കെങ്കിലും ഈ പ്രതികൾക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. പ്രത്യേകിച്ച് അനീഷയുടെ അമ്മയും സഹോദരനും ഈ യുവതിയെ ഈ കൊലപാതകങ്ങൾക്ക് ശേഷം സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു നിഗമനം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ട്. ഭവിനെ ഈ കാര്യങ്ങൾ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അവരുടേതായിട്ടുള്ള ഏതെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും 2 ഇടങ്ങളിലും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പോലീസ് ബന്ദോബസ്താക്കുകയും പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 9 മണിയോടുകൂടിയായിരിക്കും ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ നടക്കുക. RDO എത്തിയതിനു ശേഷം, ഫോറൻസിക് വിദഗ്ധർ കൂടി എത്തിയതിനു ശേഷം തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായുള്ള മറ്റ് നടപടിക്രമങ്ങളും നടക്കും. അതോടൊപ്പം തന്നെയാണ് ഈ യുവതി ഗർഭിണിയാണെന്നുള്ളൊരു സംശയം നേരത്തെ അയൽവാസികൾ ഉന്നയിച്ചിരുന്നു. അതേ അയൽവാസികളടക്കം പറയുന്നുണ്ടല്ലോ, നേരത്തെ ഈ അനീഷയെ സംശയം ഉണ്ടായിരുന്നു, ഗർഭിണിയായിരുന്നു എന്ന സംശയം തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വീട്ടുകാർ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം, മകൾ ഗർഭിണിയാണെന്നുള്ള കാര്യം അറിയില്ല എന്ന് വീട്ടുകാർ പറയുന്നു. എന്നാൽ ഈ അയൽവാസികളുടെ മൊഴികളിൽ നിന്ന് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പേരുടെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നു, അങ്ങനെ ഒരു നിഗമനത്തിലേക്കൊക്കെ എത്താൻ കഴിയുമോ? തീർച്ചയായും സേതു, ഇത് ഈ പെൺകുട്ടി ഈ സംഭവം നടക്കുമ്പോൾ 18 വയസ്സായിരുന്നു. ആദ്യത്തെ കുട്ടിയുടെ ജനനം നടക്കുമ്പോൾ 19 വയസ്സായിരുന്നു അനീഷയ്ക്കുണ്ടായിരുന്നത്. ആ സമയത്ത് ശാരീരിക പ്രകൃതിയിലടക്കം ഒരു മാറ്റം കണ്ടപ്പോഴാണ് അയൽവാസികൾ പ്രധാനമായും ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചത്. മാത്രമല്ല, ആ സമയത്ത് പെൺകുട്ടി ഒറ്റയ്ക്ക് കുഴിയെടുത്ത് മറവ് ചെയ്യുന്ന നിലയിലാണ് ഈ ഗിരിജ എന്ന് പറയുന്ന സമീപവാസിയായ സ്ത്രീ കണ്ടത്. പക്ഷെ അന്നവർ ആ കാര്യങ്ങൾ
മറ്റുള്ള ചില ആളുകളോട് പറഞ്ഞിരുന്നെങ്കിലും തങ്ങൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു എന്നുള്ള നിലയിൽ ഇവർ വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതിയുമായി സമീപിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട് മധ്യസ്ഥതയിൽ ആ ഒരു തർക്കം പരിഹരിക്കുകയും ആ സംഭവത്തിന് ശേഷം അയൽവാസികളുമായി ഈ കുടുംബത്തിന് ബന്ധമില്ലാതാവുകയും ഒക്കെയായിരുന്നു. അന്ന് ഈ ഗിരിജ ഉന്നയിച്ച സംശയവും അതേ ചൊല്ലിയുണ്ടായ പരാതിയും പോലീസ് വീണ്ടും പരിശോധിക്കുകയാണ്. ഇന്നലെ ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ ഈ ഗിരിജയെ നേരിൽ കാണുകയും കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്യുകയും മൊഴിയായി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാഹചര്യ തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൊഴികൾ കൂടി ഈ കേസിൽ പോലീസിന് അനുകൂലമായി മാറിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് തുടർ നടപടികളുടെ ഭാഗമായി അതിവേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷൻ നമുക്ക് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.